ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അതാ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനും ചുഞ്ചുരു ബേബിയും അവിയേട്ടനും കൂടിയിട്ട് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാൻ കേട്ടോ. വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മാമ്മ ചുഞ്ചുരുവിന് ഡ്രസ്സ് എടുക്കാൻ പൈസ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ചുഞ്ചുരുവിനും എനിക്കും അവിയേട്ടനും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല ചൂടായിരുന്നത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് ഉണ്ട്, അവിടെ നിന്നാണ് കേട്ടോ ഐസ്ക്രീം മേടിച്ചത്. ഓറിയോൻ്റെ ഫ്ലേവർ ആട്ടോ മേടിച്ചത്. ചുഞ്ചുരുവിന് ഓറിയോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ മേടിച്ചപ്പോൾ കാറിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. കാറിലിരുന്ന് കഴിക്കുന്ന സമയത്താണ് നമ്മുടെ BJP സ്ഥാനാർത്ഥി പ്രകടനമായിട്ട് പോകണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ചുഞ്ചുരു ബേബി ആൾക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ആൾ തിരിച്ചും ടാറ്റയൊക്കെ കൊടുത്ത്. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ പോസ്റ്റായിട്ടോ, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ട്രാഫിക് ആയിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അതൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പെയിൻറ് കടയിലായിട്ടോ. അപ്പോൾ നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ സൈഡിൽ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പെയിൻറ് അടിക്കാനായിട്ട് നമ്മൾ പെയിൻറ് മേടിക്കാൻ പോയതോ കേട്ടോ. അപ്പോൾ പെയിൻറ്റൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചത് വീട്ടിൽ പോവാണ്. വീട്ടിലൊക്കെ വന്ന് പെയിൻറ്റൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ അടിച്ചിട്ടോ. അതിനുശേഷം നൈറ്റ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോവാണ്. വാഴ 2 കാണാനായിട്ട് ഞങ്ങൾ പോകുന്നത്. വാഴ ഫസ്റ്റ് ഞാൻ വീട്ടിൽ TV-യിലാണ് കണ്ടത്. വാഴ 2 അപ്പോൾ തിയേറ്ററിൽ കാണാൻ പോവാണ്. അപ്പം ഞാനും അമ്മയും ചേട്ടനും അച്ഛനും അഭിയേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച ഞങ്ങൾ നിവിൻ പോളിയുടെ പ്രതിച്ഛായ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് ഉറക്കം വന്ന് ബോറടിക്കണ പോലെയൊക്കെ ഫീൽ ആയിട്ടോ. അപ്പം ഈ സിനിമ കാണാൻ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഇല്ല, കുഴപ്പമില്ല, നല്ല സിനിമയാണ്, പോയി കാണുന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സിനിമയായിരുന്നു കേട്ടോ. നമുക്ക് കുറേ ചിരിക്കാനുണ്ട്, കുറേ കരയാനുണ്ട്, എന്താ പറയുക, ഭയങ്കര ഫീലാവുന്നൊരു സിനിമയാണ് കേട്ടോ. പിന്നെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മ ഇരുന്നിരുന്നു. അവരുടെ തലകാരണം ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, പാവങ്ങൾ അവർക്കും കാണണ്ടേ. പിന്നെ അതാ ഇൻ്റർവെല്ലായപ്പം അവിയേട്ടൻ പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പം വാഴ സിനിമ കണ്ടവർ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ, എന്നെപ്പോലെ കരഞ്ഞവരാരൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.